നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യമുള്ളവരും നല്ല ആകർഷകത്വം, ബുദ്ധിശക്തി, വിശാല ഹൃദയം തുടങ്ങിയവ ഉള്ളവരായിരിക്കും. ആകർഷകമായി സംസാരിക്കാനുള്ള കഴിവും നല്ല വശീകരണ ശക്തിയുള്ളവരുമായിരിക്കും. സുഹൃത്തുക്കളോടൊക്കെ തന്നെ നല്ല ആത്മാർത്ഥതയുള്ളവരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, സ്നേഹം, വാത്സല്യം എന്നിവയൊക്കെ ഉള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം കണക്കിലെടുത്ത് പെരുമാറുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരിക്കും. ശുദ്ധഹൃദയരായ ഇവർ ശോഭിച്ചു കണ്ടാൽ ആലോചന കൂടാതെ പെരുമാറുന്നവരായിരിക്കും. ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ ആർക്കും തന്നെ ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാതാപിതാക്കളിൽ നിന്നും ഇവർക്ക് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാറില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരമായിരിക്കും. എങ്കിലും ചിലപ്പോഴൊക്കെ ചില സ്വൈരക്കേടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ സൗന്ദര്യമുള്ളവരും ആഡംബരപ്രിയരുമായിരിക്കും. സന്താനഭാഗ്യം ഇവർക്ക് കുറവായിരിക്കും. ജീവിതത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരാറുണ്ട്. പൂരാടം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവോണം, ചതയം, ഉത്രട്ടാതി. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ പൂരാടം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ശനിയുടെയും ദശാകാലങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കണം. ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനത്തിനും മറ്റും ഇവർക്ക് അനുകൂല ദിവസങ്ങളാണ്. ദശാനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ സ്ഥിരമായി ഇവർ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. മഹാലക്ഷ്മി ഭജനം, അന്നപൂർണേശ്വരി ഭജനം എന്നിവ ഇവർക്ക് നല്ലതാണ്. വെള്ളിയാഴ്ചയും പൂരാടവും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടു കൂടി തന്നെ വ്രതവും മറ്റു ദോഷപരിഹാര കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണു സഹസ്രനാമജപം തുടങ്ങിയവ വ്യാഴാഴ്ചയും പൂരാടവും ചേർന്ന് വരുന്ന ദിവസം ഇവർ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. വെള്ള, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ നിറങ്ങളാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ജലം അഥവാ അപസ് എന്ന് പറയും. ജലദേവതയാണ് ഉദ്ദേശിക്കുന്നത്. നക്ഷത്രദേവതയെ നിത്യവും ഭജിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ഇവരുടെ നക്ഷത്രമൃഗം വാനരനാണ്. വൃക്ഷം വന്യയാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ്. ഇവരുടെ നക്ഷത്ര പക്ഷി കോഴിയാണ്. ഭൂതം വായുവാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെ നക്ഷത്ര വൃക്ഷത്തെ പരിപാലിക്കുന്നതും ഇവർക്ക് ശ്രേയസ്കരമാണ്. അതേപോലെ തന്നെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂല നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും ഇവർ സ്വീകരിക്കരുത്. ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും പാടില്ല എന്നാണ്. പൂരാടം നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗൃഹസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.